കാണാൻ നോക്കിയേ, എന്നെ സെറ്റാ, പോകാൻ എന്നെ പോലെ അടിപൊളി. ഒറ്റയ്ക്കുള്ളൂ കേട്ടോ, ഒറ്റയ്ക്ക്, ഞാൻ ഒറ്റയ്ക്കുള്ളൂ, വേറെ ആരുമില്ല കേട്ടോ. അതെ സെറ്റ് മഞ്ഞ്, എന്നെ രസം. മഴക്കാറ് മൂടിയിരിക്കുന്നതിൻ്റെയാണ് ഇത് മഞ്ഞിറങ്ങിയത് ഇത്രേ. പക്ഷെ മഴ ഇത് തുള്ളുന്ന പോലും ഇല്ല. ഇത് പെയ്യുമെന്ന് അറിയാൻ പാടില്ല, പെയ്യുമായിരിക്കും, കാരണം അതുപോലെ മഴക്കാറ് കയറിയിട്ടുണ്ട്. മഞ്ഞ് ഒരു രക്ഷയില്ല കേട്ടോ, സെറ്റ് കേട്ടോ, അടിപൊളി, ഒന്നും പറയാനില്ല. കുറച്ചുകൂടി മഞ്ഞ് മൂടിക്കഴിഞ്ഞാൽ ഞാൻ മുമ്പും. ഒറ്റയ്ക്കൊക്കെ പറഞ്ഞ എൻ്റെ വൈബാന്നറിയോ, ഇത്ര വൈബ് വേറെ കിട്ടിയിട്ടില്ല. അടിപൊളിയുണ്ട്, നല്ല തണുപ്പുണ്ട്, സെറ്റാണ്. ഇത് നമ്മുടെ മൂലമറ്റത്തുനിന്ന് നമ്മുടെ ചെറുതോണിക്ക് പോണ വഴിയാട്ടോ, കുളമാവ് ഡാം കഴിഞ്ഞിട്ടുള്ള വഴിയാണ്. അടിപൊളിയാട്ടോ കേട്ടോ. പക്ഷെ ഈ ഒരു ടൈമിൽ വരണം, ഞാനിപ്പോൾ ഇപ്പോൾ സമയം 6 മണി ആയിട്ടുണ്ടാവും. മഴക്കാറും കയറിയിട്ടുണ്ട്. അപ്പുറത്തേക്ക് ചെറുതോണി ഭാഗത്തേക്ക് മഴ ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക്. ഞാനിപ്പോൾ തൊടുവഴിക്ക് പോണ വഴിയാ. ചെറുതോണിയിലേക്കൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങോട്ടേക്ക് മഴ പെയ്തിട്ടില്ല, പക്ഷെ മഴക്കാർ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും മഞ്ഞെന്ന് തോന്നണേ കേട്ടോ. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതേ സമയത്ത് ഞാൻ വന്നായിരുന്നു. അപ്പം ഇത്രയും മഞ്ഞൊന്നും ഇല്ലായിരുന്നു, മഞ്ഞും ഇല്ലായിരുന്നു, തണുപ്പും ഇല്ലായിരുന്നു. ഇപ്പം നല്ല മഞ്ഞുണ്ട്, നല്ല തണുപ്പുമുണ്ട്. എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ട്, അത് നല്ല ഇതാവുന്നുണ്ട്, ഫോണ് കിടന്ന് ഇളകുന്നുണ്ട്, നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട് എന്നെ തണുത്തിട്ട്. നല്ല ഉളവായി പോയല്ലോ. ഒരു തവണയെങ്കിലും നിങ്ങളിതിലെ വന്നം, ഒറ്റയ്ക്കാണേലും കൂട്ടുകാരെ കൂട്ടിയാണേലും. പക്ഷെ ഈ ഒരു സമയത്തൊക്കെ അത് ഭയങ്കര വൈബാട്ടോ, അടിപൊളിയാണ്. എന്നെ പറയാനായിട്ട് അതിനുമാത്രമൊന്നുമില്ല, സെറ്റാണ്. വന്നാലേ അത് മനസ്സിലാവുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കണേ. കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ തോന്നി, അതുകൊണ്ട് അങ്ങ് എടുത്താ. അല്ലേ പിന്നെ ഇത് ഇവിടുന്ന് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ഒരു ഇത് കിട്ടില്ല. പിന്നെ മഞ്ഞ് കുറഞ്ഞു എന്നാണ് തോന്നണം കേട്ടോ, ഇങ്ങോട്ടേക്ക് ഇല്ല മഞ്ഞ്. ഇപ്പോൾ കുളമാവ് എത്താറാവണം, ഇനി ഒരു 8-10 കിലോമീറ്ററോട് കാണുമായിരിക്കും.
മഞ്ഞുണ്ട് കേട്ടോ. ആ ചില സ്ഥലത്ത് മാത്രമല്ല, ഈ കാട് കൂടെ നിൽക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയാം മഞ്ഞ്. ഇരുട്ടായി തുടങ്ങുന്നുണ്ട്. അടിപൊളി മൈപ്പാണ്ടാവില്ലേ, ഒരു രക്ഷയില്ല. ഗിയർ ചേഞ്ച് ചെയ്യാനാ പാട്. ഒറ്റക്കൈയിലാണ് വണ്ടി ഓടിക്കുന്നത്. അതാ എന്തായാലും ഞാൻ വീഡിയോ എവിടെ കൊണ്ട് നിർത്തുവാട്ടെ. പക്ഷെ ഇത് കണ്ടിട്ടാണ് വീഡിയോ നിർത്താൻ തോന്നണമില്ല, അത് വേറെ കാര്യം. ഇങ്ങനെ തന്നെ അങ്ങ് പോകാനോ. ഇപ്പോൾ ഒരു 4-5 കിലോമീറ്റർ ഞാൻ ഇങ്ങനെ തന്നെ ഓടിച്ചുകൊണ്ട് നടക്കണത്. വണ്ടിയൊക്കെ നിർത്തിയിട്ടേക്കാണല്ലോ. എൻ്റെ അമ്മ, ഇങ്ങോട്ട് കൊടുക്കത്തെ മഞ്ഞ്. ഇങ്ങോട്ട് മഴ പെയ്തു കേട്ടോ. ഇവിടെ മഴ പെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല മഞ്ഞാട്ടോ. ആ ക്യാമറയിൽ കൂടി നോക്കുമ്പോൾ വഴി കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. അയ്യോ ചാതി ചോദിക്കും എൻ്റെ മോനെ. സമയം ഇപ്പം 5:57 കാണാമോ? അതെ കേട്ടോ, 5:57. 6 മണി ആവണേ ഉള്ളൂ കേട്ടോ. 6 മണി ആവാൻ പോകുമ്പോഴത്തെ ഇത് ക്ലൈമറ്റ് അത് നോക്കിക്കോ, എന്നെ സെറ്റാന്ന് നോക്കും. ഞാൻ ഒരിക്കലും പ്രതീക്ഷ ഇതിലേക്ക് വരുമ്പോൾ എനിക്ക് ഇതുവരെ ഇതിൽ വന്നിട്ട് എനിക്ക് ഇത്ര വൈബ് കിട്ടിയിട്ടില്ല. എനിക്കിപ്പോൾ വഴി പോലും കാണാൻ പറ്റില്ല, അമ്മാതിരി മഞ്ഞ് ഇങ്ങോട്ട്. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്കൊരു വീഡിയോയിൽ കണ്ടായിരുന്നു, ഈ മഴ പെയ്യുമ്പോഴും മഞ്ഞുള്ളപ്പോഴാണെങ്കിലും നമ്മുടെ മൊബൈലിലെ ക്യാമറ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വഴി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇപ്പം കാറിനകത്തിരിക്കുന്നവർക്ക് മഴ പെയ്യുമ്പോൾ റോഡ് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം മൊബൈലിൽ ക്യാമറ ഒന്ന് ഓണാക്കിയിട്ട് ആ ഗ്ലാസ്സിനോടായിക്കാണെങ്കിൽ നമുക്ക് റോഡ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പം അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ നോക്കുമ്പോഴും ക്ലിയർ ആയിട്ട് എനിക്ക് റോഡ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നേരിട്ട് നോക്കുമ്പം റോഡ് മര്യാദയ്ക്ക് കാണത്തില്ല. പക്ഷേ അതേ ഫോണിൽ കൂടി നോക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെ ടെക്നിക്കല്ലേ, അടിപൊളിയാണ്. എന്തായാലും ഞാൻ വീഡിയോ നിർത്തുക കേട്ടോ. കൈയൊക്കെ വേദന എടുക്കാൻ തുടങ്ങി. കുറേ നേരം എങ്ങനെ പൊരിക്കണം. ഇനി അടുത്ത വീഡിയോയിൽ കാണണം. ഓക്കെ, ബൈ. എൻ്റെ പൊന്നുമായ എനിക്ക് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഒടുക്കത്ത മഞ്ഞ്. ഞാനിപ്പോൾ നേരത്തെ വീഡിയോ ഞാൻ നിർത്തിയായിരുന്നു. നിർത്തിയിട്ടതേ ഈ മഞ്ഞ് കണ്ടിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പിന്നെ ത്വര പൊട്ടിക്കൊണ്ടിരിക്കുക. ഇത് നിങ്ങൾ നോക്കി, ഈ സ്ഥലം നോക്ക്. ഞാനിപ്പോൾ കുളമാവ് ഡാമിൻ്റെ മേൽഭാഗത്തു നിന്ന്, അതായത് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഓർക്കണമല്ലോ. നമ്മുടെ ചീനിക്കുഴി വണ്ണപ്പുറ റൂട്ട്, ഉടുമ്പന്നൂർ, ആ റൂട്ടിലേക്കുള്ള വഴി കേട്ടോ. ഇത് നോക്കിയോ, ഒരു മാങ്ങാണ്ടി കാണാൻ പറ്റില്ല എനിക്ക്. ഒന്ന് ഗിയർ മാറിക്കോട്ടെ. അത് മുമ്പ് ഓക്കെ, ഒന്ന് ഗിയർ മാറാൻ പോയതോ. ഞാൻ ആദ്യ വഴിക്ക് കയറിയിട്ട് എനിക്ക് മഞ്ഞ് കാരണം എനിക്കൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വഴി ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ വരവാ. ഈ വഴി വന്നിട്ടില്ല. ഈ വഴി എനിക്ക് അറിയാൻ പോലും മേല. അവിടെ ബോർഡ് കണ്ട് ഞാനതിലേക്ക് കയറി. ഈ വഴി അറിയത്തില്ല എനിക്ക് കറക്റ്റായിട്ട്. അവിടം വരെ വന്നിട്ട് ഞാൻ വണ്ടി തിരിച്ച് നേരെ ആ ഡാമിൻ്റെ അങ്ങോട്ടേക്ക് തന്നെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങോട്ടേക്ക് വേറെ വണ്ടിക്കാർ കയറുന്ന കണ്ടപ്പം അതിൻ്റെ പുറകെ കയറിയതാണ്. ഇവിടം വരെ എത്തിക്കഴിഞ്ഞപ്പോൾ അവരെ കാണാനില്ല. അവരെതിലേ പോയെന്നറിയാൻ പാടില്ല. അപ്പം ഞാൻ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് എഴുതിയിട്ട് ഈ റോട്ടിൽ കൂടെ തന്നെ അതേ വണ്ടി ഓടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എവിടെ എന്താവുമെന്നൊന്നും അറിയാൻ മേല. എന്തായാലും ഇരുട്ടുന്നതിന് മുമ്പ് ചീനിക്കുഴി എങ്കിലും എത്തണം. ചീനിക്കുഴിയെന്ന് പിന്നെ അറിയാം, ചീനിക്കുഴിയൊക്കെ അറിയാവുന്ന സ്ഥലമായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഈ
മഞ്ഞാണ്, ഒരു രക്ഷയില്ല കേട്ടോ. സെറ്റ് മഞ്ഞ, ഒരു രക്ഷയില്ലാത്ത വൈബ്. വരുന്ന വഴിക്ക് ആന ഇറങ്ങുന്ന ബോട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു പേടി മാത്രമേ ഉള്ളൂ, വേറെ സീനൊന്നുമില്ല. ഇത് വല്ല വ്യൂ പോയിന്റ് ആണോന്ന് അറിയാൻ പാടില്ല കേട്ടോ. പക്ഷേ ഇടുക്കി വ്യൂ പോയിന്റ് ആയിട്ടൊന്നും തോന്നണില്ല. പക്ഷേ സ്ഥലം അടിപൊളിയാ, നല്ല വൈബ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വൈബാ. ഒരു ദിവസം കൂട്ടുകാരന്മാരെ കൂട്ടിക്കൊണ്ടൊന്ന് വന്യം. പൊളിക്കല്ലേ, അടിപൊളിയാ. എൻ്റെ കയ്യെ കൂടി നിറച്ച് മഞ്ഞ് പിടിച്ചിരിക്കുക, കയ്യിലെ രോമത്തെ കൂടിയൊക്കെ. എനിക്ക് വഴി ക്ലിയർ ആയിട്ട് കാണാൻ പോലും പറ്റില്ല, അതാ വേറെ വിറ്റ്. ഇത് 2 വഴിയുണ്ട് ഇവിടുന്ന്. ഇല്ല, കാറ് നിർത്തിയിട്ടേക്കാം. ഒരു രക്ഷയില്ല കേട്ടോ. ഇത്ര നേരം കൂടി പിന്നെ ഒരു കാർ അവിടെ കിടക്കുന്നുണ്ട്. ആ കാറിനകത്ത് ഒരുത്തൻ ഇരിക്കുന്നേ കണ്ടു. ആളുണ്ട് ഭാഗ്യം. ജാതി വൈബ്. കൂടെ ഒരുത്തം പോലും ഇല്ലാണ്ടായിപ്പോയി. അതങ്ങനെ വരൂ. ഒരു പ്ലാനും ഇല്ലാണ്ട് ഇരിക്കുമ്പം ഇതുപോലത്തെ വൈബൊക്കെ കിട്ടും. എന്തേലും പ്ലാൻ ചെയ്തിട്ട് പോയി കഴിഞ്ഞാലോ അത് നേരെ മൂഞ്ചി പോവുകയും ചെയ്യും. എന്താ അവസ്ഥ. താഴെ ഒരു വണ്ടി കിടപ്പുണ്ടെന്നാ തോന്നണേ. ഒന്നല്ലല്ലോ, 2, 3 ഉണ്ടല്ലോ. ഇതാണോ വ്യൂ പോയിന്റ്? എൻ്റെ മോനെ, തെറ്റ് വൈകി. ചായ കുടിക്കുക. എല്ലാവരും ചായ കുടിയാ കേട്ടോ. ചായ കുടിക്കണം എന്നുണ്ട്, പിന്നെ വേണ്ടാന്ന് വെച്ചു. നേരെ അങ്ങ് വിട്ട് പോയേക്കാം. മഞ്ഞ് മാറിയില്ല, അവിടെ മാത്രമുള്ള മഞ്ഞ്. അതാ വ്യൂ പോയിന്റ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു. അതാണോ ഉപ്പൂന്ന് വ്യൂ പോയിന്റ്? എനിക്കറിയാൻ മേല കേട്ടോ. ഞാൻ കേട്ടിട്ടുണ്ട് ഈ വഴിക്ക് ഒരു വ്യൂ പോയിന്റ് ആണെന്നറിയാം. ആ വ്യൂ പോയിന്റിന്റെ പേരെന്നാന്നറിയില്ല. അതായിരിക്കും, ആ വ്യൂ പോയിന്റ് തന്നെ ആയിരിക്കും അത്. കാടാട്ടോ. ഇങ്ങോട്ടേക്ക് മഴ പെയ്ത് കഴിഞ്ഞോ? വലിയ മഴയൊന്നും പെയ്തില്ല എന്ന് തോന്നുന്നു, ലക്ഷണം കണ്ടിട്ട്. ചുമ്മാ തൂളിയും കണ്ട പോയിട്ടുള്ളൂ. ഇപ്പോഴേ കുറച്ച് സമാധാനം ഉണ്ടോ. 10 ആൾക്കാരെ കണ്ടപ്പോഴേ സമാധാനമായി. ഒറ്റയ്ക്കൊക്കെ ഇതിൽ വന്നിട്ടേ ആദ്യമായിട്ട് വരണ വഴിയാ. അത് ഇത്ര വരുമ്പോൾ തന്നെ ഇത്ര ഒരു കോട മഞ്ഞ് ഇറങ്ങിയിട്ട് കണ്ണ് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായിട്ട് വഴിക്ക് കയറി വന്നപ്പോഴേ ഒരു ചെറിയൊരു ഇത് ആർക്കായാലും ഉണ്ടാകാലോ. എനിക്ക് മാത്രം വാങ്ങണമെന്നില്ല, മനസ്സിനല്ലേ ഉള്ളേ. എന്നെയൊക്കെ സമ്മതിക്കണം. അതെ, ഇവിടെ ഉണ്ടല്ലോ ആൾക്കാർക്ക് കൂട്ടം കൂടി. എല്ലാവരും നോക്കുക കേട്ടോ. ഞാൻ ഒറ്റക്കയിൽ വീഡിയോ എടുത്തുകൊണ്ട് പോണേണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ വീഡിയോ നിർത്തുക. ഇനിയിപ്പം കുത്തനെ ഇറക്കമെന്നാ തോന്നണം. ഇല്ല, ഇങ്ങനെയങ്ങ് പതുക്കെ പൊക്കോളും. മഞ്ഞൊക്കെ മാറി. ഇനി ഫുള്ള് ഇറക്കുക. അപ്പം ഞാൻ വീഡിയോ നിർത്തുക. ഇനി കൈവിട്ട കളിക്കില്ല. അപ്പം ശരി, ബൈ. ഈ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന കുറേ എണ്ണം ഉണ്ടല്ലോ. രോമാരോട് നേരെ നിങ്ങളെ ഇറങ്ങി വാടാ, നിങ്ങളെ ഇറങ്ങി വന്നതേ ഇതൊക്കെ ഒന്ന് കാണ്.
നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയ്ക്കകത്ത് കണ്ടിട്ട് നിങ്ങൾക്ക് വലിയ ഓളം തോന്നണില്ലായിരിക്കാം. പക്ഷേ നിങ്ങളതൊക്കെ വന്ന് നേരിട്ടൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഒരു ഫീല് വേറെ, അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് അറിയാൻ പറ്റും. ചുമ്മാ വീട്ടിലിരിക്കാണ്ട്, ചുമ്മാ ഒരു പണിയില്ലാണ്ട് വീട്ടിൽ കുത്തി പിടിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചുമ്മാ ഇറങ്ങുക, വെറുതെ വന്ന് നോക്കുക. നിങ്ങൾ എന്നെ വിളിക്കുക, ഞാൻ വരാം നിങ്ങളുടെ കൂടെ. പെട്രോൾ അടിച്ച് തന്നാൽ മതി, ഞാൻ വന്നേക്കാം കൂടെ. ഒരു കുഴപ്പമില്ല, ഒരു മടിയില്ല, ഞാൻ വരാം. വേണ്ട, അതേ പറക്കണുണ്ടോ, മഞ്ഞ് പറക്കണുണ്ടോ?